Dear students, in this video we will be discussing the third module of Electrodynamics 2 paper. In the third module we have reached up to polarization of waves. In this video we will be discussing about electromagnetic waves in vacuum and the wave equation for electric and magnetic field of the electromagnetic wave, and we also discuss what are monochromatic plane waves. So we will be discussing electromagnetic waves in vacuum. Okay. Now last class നമ്മൾ wave equation in one dimension പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ ഒരു വൺ ഡയമെൻഷണൽ വേവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേവ് ഇക്വേഷൻ്റെ ഒരു ഫോം, ജനറൽ ഫോം, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ ഒരു ഫോം ഇതാണ്. ഈ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വൺ ഡയമെൻഷണൽ വേവ് ദാറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സ്പേഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പം ഈ ഇക്വേഷൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ടാവും, സ്പേഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഇൻ സെക്കൻഡ് ഓർഡർ. റൈറ്റ് ഹാൻഡ് സൈഡിൽ വെലോസിറ്റി സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ഉണ്ടാവും, ഒരു കോൺസ്റ്റൻറ്റ് ടേം മൾട്ടിപ്ലൈഡ് ബൈ സെക്കൻഡ് ടൈം ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ, വേർ എഫ് ഇസ് ദി വേവ് ഫംഗ്ഷൻ ഓഫ് ദി വേവ്. അപ്പോൾ ഇതാണ് ഒരു വേവ് ഇക്വേഷൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ. Now coming back to the wave equation for electromagnetic waves in vacuum, Maxwell എന്നുള്ള സയൻറ്റിസ്റ്റ് അസ്യൂം ചെയ്തിരിക്കുന്നത് electromagnetic wave consists of electric and magnetic fields. ആ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ്സും they obey the Maxwell's equation in vacuum, which is given by this four equation. അപ്പോൾ ഈ നാല് ഇക്വേഷൻസ് മാഗ്നറ്റിക് വേവിലുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് എടുക്കാം. വാക്യൂം ആയതുകൊണ്ട് അവിടെ സോഴ്സ് ചാർജസും സോഴ്സ് കറണ്ടും ഇല്ല. സോഴ്സ് ചാർജസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി 0 ആണ്. സോഴ്സ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J. ഓക്കെ, അത് രണ്ടും ഇല്ല വാക്യൂം മീഡിയം ആയതുകൊണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ ഗോസസ് ലോ വരും ഡെൽ ഡോട്ട് E ഈക്വൽ ടു 0. ഇത് ഓൾവേസ് 0 ആണ്. ഡെൽ ഡോട്ട് B ഈക്വൽ ടു 0 ആണ്. ഡെൽ ക്രോസ് E ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ 0 J ഉണ്ടായിരുന്നു. ആ J 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം പോയി. ബാക്കിയുള്ളത് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. നൗ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിൾഡ് ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഈ കേൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇയുടെ ഇക്വേഷനിൽ നമുക്ക് ബി ഉണ്ട്, ബിയുടെ ഇക്വേഷനിൽ ഇ ഉണ്ട്. സോ ഇറ്റ്സ് എ കപ്പിൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് അൺകപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കേൾ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും കേൾ എടുക്കാം. ഓക്കെ, സോ രണ്ട് സൈഡിലും കേൾ എടുക്കുന്ന സമയത്ത് സോ യു ഹാവ് എ കേൾ ഓഫ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു കേൾ ഓഫ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് ട്രിപ്പിൾ പ്രോഡക്റ്റ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ട്രിപ്പിൾ പ്രോഡക്റ്റ് വരുമ്പോൾ ഈ ഒരു ടേം ദാറ്റ് ഇൻറ്റു ഗ്രേഡിയൻ്റ് ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ. ഓക്കെ, ഇത് രണ്ട് ഡെൽ എടുക്കുമ്പോൾ ഡെൽ സ്ക്വയർ വരും. ഓക്കെ, ഡെൽ സ്ക്വയർ ഇ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡോ ബൈ ഡോ ടി പുറത്തെടുക്കുക, ബാക്കി ഡെൽ ക്രോസ് ബി. ഓക്കെ, നൗ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 ആണ് ബിക്കോസ് ഓഫ് ദ ഫസ്റ്റ് ഇക്വേഷൻ. സോ യു ഹാവ് മൈനസ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി. ഡോ ബി ബൈ ഡോ ടി ഡെൽ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഇക്വേഷനാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു ഗെറ്റ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. മൈനസ് സൈൻ ഉണ്ട്, മൈനസ് സൈൻ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഡോ ബൈ ഡോ ടി ഉണ്ട്, ഇവിടെ ഡോ ബൈ ഡോ ടി ഉണ്ട്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടൈമിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് മാറ്റി എഴുതും. സോ യു ഗെറ്റ് ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ നമ്മുടെ കപ്പിൾഡ് ഇക്വേഷൻസ് ഒക്കെ മാറി. ഇത് അൺകപ്പിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഇയുടെ ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ യു ഗെറ്റ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നൗ സെയിം പ്രൊസീജിയർ ബിയുടെ കേസിൽ എടുക്കാം. അതായത് ഈ ഒരു ഇക്വേഷൻ്റെ ഡെൽ ക്രോസ് എടുക്കുക, രണ്ട് സൈഡിലും സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ഡെൽ ഡോട്ട് ബി 0 ആയിരിക്കും. ഇവിടെ ഡെൽ ക്രോസ് ഇ എന്ന് വരും. ഡെൽ ക്രോസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ 0 എപ്സിലോൺ 0 ഡെൽ ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. സോ മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് 2 ഇക്വേഷൻസ്. പക്ഷേ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, ദിസ് ഈസ് ഈക്വലൻ ടു നമ്മൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എഴുതിയ സമയത്തുള്ള അതേ ഫോമിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ അറിയാം യു ഹാവ് എ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റ് എത്രയായിരുന്നു?
വെലോസിറ്റിയുടെ ഇൻവേഴ്സിൻ്റെ സ്ക്വയർ ആയിരുന്നു, 1/v² ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു എന്ത് വരും, ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക 1/√μ0ε0. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 × 10⁸ m/s. അപ്പോൾ ഇത് വളരെ സർപ്രൈസിങ് ആണ്. കാരണം എന്താണ്, നമുക്കറിയാം ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. സോ ഈ രണ്ട് വേവ്സും രണ്ടിൻ്റെയും ഈ ഫാക്ടറാണുള്ളത് μ0ε0. സോ രണ്ടിൻ്റെ വെലോസിറ്റി സെയിം ആണ്. സോ ഇയും ബിയും ഒരേ വെലോസിറ്റിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ പ്രൊപ്പഗേഷൻ വെലോസിറ്റി, സോ ലൈറ്റ് വിൽ ബി പ്രൊപ്പഗേറ്റിംഗ് വിത്ത് എ വെലോസിറ്റി 3 × 10⁸ m/s. നൗ ഇത് വേവ് ഇക്വേഷൻ ആണെന്ന് പറയാൻ കാര്യം, നമുക്ക് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്താ ഉള്ളത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ ആ ഇക്വേഷൻ ഒന്നും കൂടി കാണിക്കാം. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊരു സ്പേഷ്യൽ ഡെറിവേറ്റീവിൻ്റെ സ്ക്വയർ ഉണ്ട്. സോ അത് തന്നെയാണ് അതിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ് എന്ത്, ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനിൽ എന്താ വരിക, (∂2/∂x² + (∂2/∂y² + (∂2/∂z²). അപ്പോൾ ഇത് 3 ഡയമെൻഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഡെൽ സ്ക്വയർ എന്ന് എഴുതി. 1 ഡയമെൻഷൻ ആകുന്ന സമയത്ത് നമുക്ക് ആ പ്രൊപ്പഗേഷൻ ഡയറക്ഷനിലുള്ള സ്പേഷ്യൽ ഡെറിവേറ്റീവ് മാത്രമാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ടൈമിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്, ഒരു വെലോസിറ്റി സ്ക്വയർ മറ്റാണ്. So this represents the wave equation for E and B, electric and magnetic field in the electromagnetic radiation. Okay, so we can say that the Maxwell's equation implies that vacuum supports the propagation of electromagnetic wave. Maxwell's equation തരുന്നത് വാക്യൂത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ that travels at a speed of 3 × 10⁸, that is given by 1/μ0ε0, where μ0 is the permeability of the free space and ε0 is the permittivity of the free space, which happens to be precisely the velocity of light. Okay, now we discuss about the monochromatic plane waves. First of all, we look at the monochromatic. What do you mean by a monochromatic wave? Okay, monochromatic wave എന്ന് പറഞ്ഞാൽ wave having a single frequency, അതിനെ പറയുന്ന പേരാണ് മോണോക്രോമാറ്റിക്. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ കളർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫ്രീക്വൻസിക്ക് ഒരു കളറാണ് നമുക്കുള്ളത്. ഇപ്പം നമുക്കറിയാം റെഡ് കളറിനാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് അറൗണ്ട് 620 വേവ് ലെങ്ത് വരുന്ന ഒരു ലൈറ്റ് ആണെങ്കിൽ അതിൽ റെഡ് കളറായിരിക്കും. നേരെ മറിച്ച് ഒരു 430 ഒക്കെ ആണെങ്കിൽ 430 നാനോമീറ്റർ ഒക്കെ വരുന്ന ലൈറ്റ് ആണെങ്കിൽ അത് ബ്ലൂ കളറായിരിക്കും. Okay, so each color represents a single frequency or wavelength, single wavelength. Frequency, wavelength എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are related അല്ലേ. എങ്ങനെ എഴുതാം, ഫ്രീക്വൻസി ഈക്വൽ ടു c/λ എന്നാണ് ഇത്. ഓക്കെ, സോ they are related. c is a constant ആയതുകൊണ്ട് നമുക്ക് ഏത് സിംഗിൾ ഫ്രീക്വൻസി പറയാം അല്ലെങ്കിൽ സിംഗിൾ വേവ് ലെങ്ത് എന്ന് പറയാം. സോ wave having single frequency is called a monochromatic wave. Now what do you mean by a plane waves? Okay, പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേവ് ട്രാവലിംഗ് ഇൻ z ഡയറക്ഷൻ ആൻഡ് ഹാവ് നോ XY ഡിപ്പെൻഡൻസ്. അതായത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ സ്പേഷ്യൽ കോർഡിനേറ്ററായിട്ട് യാതൊരു ബന്ധവുമില്ല എങ്കിൽ, ഡിപ്പെൻഡൻസ് ഇല്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്ലെയിൻ വേവ്സ്. അതായത് ഒരു വേവ് z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ XY പ്ലെയിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ XY പ്ലെയിനിൽ ഈ പ്ലെയിൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് വ്യത്യാസമൊന്നുമില്ല, എക്സിനും വൈക്കും ഡിപ്പെൻഡൻസ് ഇല്ല. എക്സും വൈയും മാറുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് മാറുന്നില്ല എങ്കിൽ അത്തരം വേവ്സിനെ പറയുന്ന പേരാണ് പ്ലെയിൻ വേവ്സ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ z ഡയറക്ഷൻ്റെ കാര്യം മാത്രമല്ല, ജനറലായിട്ട് പറയുകയാണെങ്കിൽ ദ ഫീൽഡ്സ് which are uniform over every plane perpendicular to the direction of propagation. അതായത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ ഫീൽഡ് യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ, ഒരുപോലെയുള്ള ഫീൽഡാണെങ്കിൽ, അതായത് ഒരുപോലെയുള്ള ഫീൽഡ് എന്ന് പറയുമ്പോൾ എക്സിനും വൈക്കും ഡിപ്പെൻഡൻസ് ഇല്ല, ഏത് പോയിന്റ് എടുത്താലും ഒരേ ഫീൽഡാണ് എങ്കിൽ അത്തരം വേവ്സിനെ പ്ലെയിൻ വേവ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാണ്, z ഡയറക്ഷനാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനാണിത്. ഇത് XY പ്ലെയിനാണ്, കാര്യം ഇവിടെ y കോർഡിനേറ്റ് ഉണ്ട്, x കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്ലെയിനിൽ എല്ലാ പോയിന്റിലും ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഇസ് എ പ്ലെയിൻ വേവ്. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് പ്ലെയിൻ എടുത്താലും അവിടെ ഫീൽഡിൻ്റെ വാല്യൂ ഈ പ്ലെയിനിൽ എല്ലാ പോയിന്റിലും ഒരേ വാല്യൂ ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ള ഫീൽഡിനെ പറയുന്നതാണ് പ്ലെയിൻ വേവ്സ്.
ഇനി ഈ പ്ലെയിൻ വേവ്സിനെ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരു വേവ് ഫംഗ്ഷനെ നമ്മൾ കോംപ്ലക്സ് വേവ് ഫംഗ്ഷനായിട്ട് എഴുതുന്നത്, പക്ഷേ റിയൽ ഫീൽഡ് എന്ന് പറയുന്നത് ഈ വേവ് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് എടുക്കണം. ഓക്കെ, സോ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കോംപ്ലക്സ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇ ടിൽഡ സെഡ് കോമ ടി ഈക്വൽ ടു E0 ടിൽഡ e റൈസ് ടു IKZ മൈനസ് ഒമേഗ ടി. അപ്പോൾ ഇവിടെ നമുക്കറിയാം E0 എന്നുള്ള ക്വാണ്ടിറ്റി എക്സിനും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ ഇവിടെ ബി ടിൽഡ Z കോമ ടി ഈക്വൽ ടു B0 ടിൽഡ e റൈസ് ടു IKZ മൈനസ് ഒമേഗ ടി. ഓക്കെ, സോ എക്സ് വൈ ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല. ഓക്കെ, വേർ E0 ടിൽഡ ആൻഡ് B0 ടിൽഡ അത് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ രണ്ട് ടിൽഡ ഇട്ടതൊക്കെ കോംപ്ലക്സ് വാല്യൂസാണ്. അപ്പോൾ റിയൽ ഫീൽഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ ഇതിൻ്റെയൊക്കെ റിയൽ പാർട്ട് എടുക്കണം. ഓക്കെ, നൗ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് മാക്സ്വെൽസ് ഇക്വേഷൻ ഒബേ ചെയ്യണം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മാക്സ്വെൽസ് ഇക്വേഷൻ വഴി ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 ആണ്, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഈവൻ ഇഫ് ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയാലും ഈ ഇക്വേഷൻസ് ഒബേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെൽ ഡോട്ട് ഇ ഒക്കെ നമ്മൾ എങ്ങനെ എഴുതാം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡെൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഐ ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ്പ് ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ്പ് ഡോ ബൈ ഡോ ഇസ് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് ഐ പ്ലസ് വൈ കമ്പോണൻറ്റ് പ്ലസ് ഇസഡ് കമ്പോണൻറ്റ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതിന്ന് നമുക്കറിയാം പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് കമ്പോണൻസ് ഇല്ല അല്ലേ. അതായത് ഇതാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ കമ്പോണൻസ് ഇല്ല. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയി ബിക്കോസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാൽ ട്രാൻസ്വേഴ്സ് ഫീൽഡാണ് അല്ലേ. അതിൻ്റെ വേരിയേഷൻ ഒന്ന് എക്സ് വൈ ഡയറക്ഷൻ ആണെങ്കിൽ അടുത്തത് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഈ ഡയറക്ഷനിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും കമ്പോണൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, E0 ടിൽഡ ഓഫ് ഇസഡ്, അതായത് ഇയുടെയും ബിയുടെയും ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് 0 ആയിരിക്കും എന്ന് നമുക്ക് എഴുതാം. ബിക്കോസ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഈസ് ഇസഡ് ആൻഡ് ദർ ഇസ് നോ കമ്പോണൻറ്റ് ഓഫ് ഇ ആൻഡ് ബി ഇൻ ദി പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. ഓക്കെ, നൗ ഈ ഇക്വേഷൻ പ്ലെയിൻ വേവിൻ്റെ കൊടുത്തിരിക്കുന്ന ഈ ഇക്വേഷൻ ദാറ്റ് മസ്റ്റ് ഒബേ ദ കേൾ ഇക്വേഷൻ അല്ലേ. അപ്പം അത് കേൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നോക്കണം. അപ്പം ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എഴുതി. അപ്പം കോംപ്ലക്സ് ഫീൽഡ് ആണെങ്കിലും ഇപ്പോൾ ഇത് റിയൽ ഫീൽഡാണ്, അതിന് പകരം കോംപ്ലക്സ് ഫീൽഡ് ആണെങ്കിലും ഇത് ഈ ഇക്വേഷൻ ഒബേ ചെയ്യേണ്ടതാണ്. സോ ഡെൽ ക്രോസ് ഇ ടിൽഡ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ബി ടിൽഡ ആണ്. ഓക്കെ, ഡെൽ ക്രോസ് എങ്ങനെയൊക്കെയാണ് ഒരു വെക്ടർ ഫീൽഡിൻ്റെ കേൾ കാണണമെങ്കിൽ സോ യു ഗെറ്റ് എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് എഴുതി, ഫസ്റ്റ് വെക്ടർ എഴുതി, ഡെൽ എന്ന് പറഞ്ഞ വെക്ടർ എഴുതി. സോ ദാറ്റ് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് ഡോ ബൈ ഡോ എക്സ്, വൈ കമ്പോണൻറ്റ് ഡോ ബൈ ഡോ വൈ, ഇസഡ് കമ്പോണൻറ്റ് ഡോ ബൈ ഡോ ഇസഡ്. ഇ ടിൽഡയുടെ എക്സ് കമ്പോണൻറ്റ്, ഇ ടിൽഡയുടെ വൈ കമ്പോണൻറ്റ്, ഇ ടിൽഡയുടെ ഇസഡ് കമ്പോണൻറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബി. അപ്പോൾ ഡോ ബൈ ഡോ ടി എഴുതി, ഇതിൻ്റെ കമ്പോണൻസ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ബി ടിൽഡ എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് ബി ടിൽഡ വൈ വൈ ക്യാപ്പ് പ്ലസ് ബി ടിൽഡ ഇസഡ് ക്യാപ്പ്. ഓക്കെ, നൗ ഇതിൻ്റെ രണ്ട് സൈഡിലും എക്സ് കമ്പോണൻറ്റ് മാത്രം എടുക്കാം. ഇപ്പോൾ എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എക്സ് നിൽക്കുന്ന റോയും കോളം ഒഴിവാക്കുക, ബാക്കിയുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് ഈ ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഇ ഇസഡ് ടിൽഡ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഇ വൈ ടിൽഡ. ഓക്കെ, സോ എക്സ് കമ്പോണൻറ്റ് ഡോ ബൈ ഡോ വൈ ഇ ടിൽഡ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഇ ടിൽഡ വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഡോ ബൈ ഡോ ടി ബി ടിൽഡ ഓഫ് എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇ ടിൽഡ എത്രയാണ്, ഇ ടിൽഡ ഓഫ് ഇസഡ് എത്രയാണ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫീൽഡിൻ്റെ ഇസഡ് കമ്പോണൻറ്റ്, തന്നിരിക്കുന്ന ഫീൽഡ് ഏതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ഫീൽഡ്. ഇതിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, E0 ടിൽഡ ഇസഡ് വരും
പിന്നെ ഇവിടെ ഇസഡ് കമ്പോണൻ്റ് എടുക്കാനുള്ള വെക്റ്റർ ക്വാണ്ടിറ്റി വരുന്നത് ഇവിടെ മാത്രമാണ്. ഇതൊരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇസഡ് കമ്പോണൻ്റ് എടുക്കാം. വിൽ ഗെറ്റ് E0 tilde z e raised to I k z minus omega t. ഓക്കെ, മൈനസ് ഡോ ബൈ ഡോ z ഇതിൻ്റെ y കമ്പോണൻ്റ് എടുക്കണം. സോ E0 tilde y e raised to I k z minus omega t. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇതിൻ്റെ x കമ്പോണൻ്റ് എടുക്കാം. അപ്പോൾ ബിയുടെ x കമ്പോണൻ്റ് b tilde of 0 x e raised to I k z minus omega t എന്ന് എഴുതും. ഓക്കെ, നൗ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. dy വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ y ഇത് z കമ്പോണൻ്റ് ആണ്, അവിടെ y കമ്പോണൻ്റ് ഇല്ല, y ഡിപ്പെൻഡൻസ് ഇല്ല. ഇവിടെ ഈ ഫംഗ്ഷനിലും y ഇല്ല. സോ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇത് ദാറ്റ് വിൽ ഗീവ് യു 0. ഓക്കെ, ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ അത് 0 വരും. മൈനസ് ഇത് y കമ്പോണൻ്റ് ആണ്, അത് പുറത്തോട്ട് വരും. ഡോ ബൈ ഡോ z ഇവിടെ ഒരു z കിടക്കുന്നുണ്ട്. അപ്പോൾ വിൽ ഗെറ്റ് മൈനസ് ഡോ ബൈ ഡോ z e raised to I k z minus omega t. ഇത് 0 അല്ല, കാര്യം ഇവിടെ ഒരു z ഉണ്ട്. അപ്പോൾ അതിന് ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e raised to ഈ ഫാക്ടർ അതുപോലെ എഴുതി, ആ ഫംഗ്ഷൻ അതുപോലെ വരും. എന്നിട്ട് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എടുക്കണം അല്ല. സോ I k z വിത്ത് റെസ്പെക്ട് ടു z ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിൽ ഗെറ്റ് I k. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് B0 tilde ഓഫ് എക്സ്. ഇതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കണം. ടൈം എവിടെ എടുക്കുന്നത്? ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻറ്റു ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് പുറത്തൊരു I ഉണ്ട്, I ഒമേഗ എഴുതി ടി ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 1 ആയി. ഓക്കെ, സോ ഈ രണ്ട് ഭാഗത്തു നിന്നും e raised to I k z minus omega t ക്യാൻസൽ ചെയ്ത് പോയി, മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി. സോറി, മൈനസ് ക്യാൻസൽ ചെയ്യില്ല, ഇവിടെ പ്ലസ്, ഇവിടെ രണ്ട് മൈനസ് ഉണ്ട്, ഇത് പ്ലസ് ആണ്. സോ മൈനസ് ലെഫ്റ്റ് സൈഡിൽ k ഉണ്ട്, E0 tilde y ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ ഒമേഗ ഉണ്ട്, I ക്യാൻസൽ ചെയ്ത് പോയി കേട്ടോ. ബാക്കിയുള്ളത് B0 tilde ഓഫ് എക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എക്സ് കമ്പോണൻ്റ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഈ ഇക്വേഷൻ്റെ എക്സ് കമ്പോണൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഈ വൈ കമ്പോണൻ്റ് ഇക്വേറ്റ് ചെയ്യാം. സിമിലർലി വൈ കമ്പോണൻ്റ് ഇക്വേറ്റ് ചെയ്യാൻ നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചെയ്ത് നോക്കാം. സോ വിൽ ഗെറ്റ് k E0 tilde ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ B0 tilde ഓഫ് y എന്ന് വരും. സോ ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മാറ്റി എഴുതാം. B0 tilde, അതായത് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒമേഗനെ കൊണ്ട് ഈ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഉണ്ട്. ഇസഡ് കമ്പോണൻ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, ഇസഡ് കമ്പോണൻറ്റ് 0 ആണ്. സോ ഈ മൂന്ന് ഇക്വേഷന് എക്സ് വൈ കമ്പോണൻറ്റ് ഇസഡ് കമ്പോണൻറ്റ്, ഒരു വെക്ടറിൻ്റെ 3 കമ്പോണൻസ് ഉണ്ട്. സോ ആ വെക്ടറാണിത് B0 tilde എന്ന് പറയുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു k ബൈ ഒമേഗ z ക്യാപ്പ് ക്രോസ് E0 tilde. ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് ഈ 3 ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇനി ഇത് എഴുതിയിരിക്കുന്നത് ശരിയാണോ നോക്കണം. എങ്ങനെ നോക്കാം? ഈ വെക്ടർ എടുത്തിട്ട് ക്രോസ് എടുത്ത് നോക്കാം. z ക്രോസ് E0 tilde എങ്ങനെ കാണാം? a ക്രോസ് b എങ്ങനെ കാണാം? അതിൽ എക്സ് വൈ z ക്യാപ്പ് എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് വൈ z ക്യാപ്പ്. z എന്ന് പറഞ്ഞ വെക്ടർ എക്സ് കമ്പോണൻറ്റ് 0 ആണ്, വൈ കമ്പോണൻറ്റ് 0 ആണ്, z കമ്പോണൻറ്റ് 1 ആണ്. ഓക്കെ, ഇനി E0 tilde ആണ് രണ്ടാമത്തത്, അതിൻ്റെ 3 കമ്പോണൻസ് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് വരും, ഇത് നിൽക്കുന്ന റോയും കോളം ഒഴിവാക്കി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരും, 0 മൈനസ് E0 tilde ഓഫ് y എന്ന് വരും. ഓക്കെ, പ്ലസ് y ക്യാപ്പ് എന്ന് പറയുന്നത് ഇത് നിൽക്കുന്ന റോയും കോളം ഒഴിവാക്കാം. എന്നിട്ട് ദർ ഇസ് എ മൈനസ് സൈൻ ഇവിടെ അബ്സോർബ് ചെയ്യാം. അപ്പം ഇത് മൈനസ് ഇത് ചെയ്യണം അല്ലേ. സോ യു വിൽ ഗെറ്റ് E0 tilde ഓഫ് എക്സ് എന്ന് വരും. z കമ്പോണൻറ്റ് ചെയ്യുമ്പോഴോ ഇത് നിൽക്കുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് രണ്ട് 0 ആണ്. ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0. അപ്പം നമുക്കറിയാം z കമ്പോണൻറ്റ് z കമ്പോണൻറ്റ് 0 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് 0. സോറി, ഇവിടെ z കമ്പോണൻറ്റ് ഇല്ല എന്നാണ് കേട്ടോ എഴുതിക്കുന്നത്. ദാറ്റ് ഈസ് z കമ്പോണൻറ്റ് പ്ലസ് z ക്യാപ്പ് എന്നല്ല, z ക്യാപ്പ് 0 ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ പ്ലസ് 0 എന്ന് എഴുതിയാണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് മൈനസ് E0 tilde ഓഫ് y എക്സ് ക്യാപ്പ് പ്ലസ് E0 tilde ഓഫ് എക്സ് വൈ ക്യാപ്പ്. ഓക്കെ, നൗ B0 tilde എന്നുള്ള വെക്ടർ നമുക്കറിയാം ഇങ്ങനെയാണ്. അതിൻ്റെ z കമ്പോണൻറ്റ് ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ z കമ്പോണൻറ്റ് ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് തേർഡ് ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ ഓൾവേസ് കിട്ടും നമുക്ക്. എക്സ് കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സ് കമ്പോണൻറ്റ് എടുക്കുകയാണെങ്കിൽ B0 tilde ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് ഏതാണ്? മൈനസ് E0 tilde ഓഫ് y. അപ്പം അത് ഇൻറ്റു k ബൈ ഒമേഗ ഉണ്ട് അല്ലേ. അപ്പം അത് തന്നെയാണ് എന്ത് ഇത്
minus k by omega is 0 tilde of y. Okay. So അങ്ങനെ രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ ദിസ് ഡെഫിനിഷൻ ഈസ് കറക്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് പറയുന്നത് E and B are in same phase and they are mutually perpendicular. അതായത് B equal to Z cross E എന്നായതുകൊണ്ട് സെഡും ഇയും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല Z ക്രോസ് E എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു B ആണ്. ബോത്ത് Z ആൻഡ് E ആണ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ബിയും ഇയും പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടും. ഓക്കെ. ഇത് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും ബിയും ഇയും. അത് മാത്രമല്ല ബിയും ഇയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ. സോ ആൻഡ് ഓൾസോ ദേ ആർ ഇൻ ഫേസ്, ഒരേ ഫേസിലായിരിക്കും ബിയും ഇയും ഉള്ളത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ബിയുടെ മാഗ്നിറ്റ്യൂഡ് B0 റിയൽ ആംപ്ലിറ്റ്യൂഡ്സ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എന്ത് വരും? k by omega ഇൻറ്റു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് E0 ആണ്. ഓക്കെ. k by omega എന്ന 1/c ആണ്. ഓക്കെ. അപ്പോൾ B0 ഈക്വൽ ടു 1/c E0. ഇത് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. നൗ ഇഫ് ദ വേവ്സ് ആർ പോളറൈസ്ഡ്. ഓക്കെ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട്, അതിൻ്റെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എഴുതാൻ അറിയാം. ഇനി പറയുകയാണ് ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് പോയിൻറ്റ്സ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്പോൾ എന്തെഴുതാം? നമ്മൾ നേരത്തെ എഴുതിയ വേവ് ഫംഗ്ഷന്, അതായത് E tilde Z, t ഈക്വൽ ടു ഇത്രയാണ് എഴുതിയത്. അപ്പം അതിൻ്റെ കൂടെ നമ്മളൊരു എക്സ് ക്യാപ്പ് ഡയറക്ഷൻ കൊടുക്കാം. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? എക്സ് ഡയറക്ഷനാണ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. Y കമ്പോണൻറ്റും Z കമ്പോണൻറ്റും ഒക്കെ 0 ആണ്. ഓക്കെ. അതുപോലെ തന്നെ B പോയിൻറ്റ്സ് ഇൻ ദി Y ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഇയും ബിയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇത് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ പിന്നെ വേറെ ചോയ്സ് ഇല്ല, ബിക്ക് Y ഡയറക്ഷൻ ആവാനേ പറ്റുള്ളൂ. കാരണം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Z ഡയറക്ഷനാണ്. Z ഡയറക്ഷനിൽ ഇത് രണ്ടും 0 ആണ്. ഓക്കെ. ഇയും ബിയും 0 ആണ്. സോ B tilde of Z, t ഈക്വൽ ടു B0 tilde e raised to kz minus omega t Y ഡയറക്ഷൻ. നമുക്കറിയാം ഈ മാഗ്നിറ്റ്യൂഡ് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. B ഈക്വൽ ടു 1/c E0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ B0 ടിൽഡയ്ക്ക് പകരം E0 tilde by c എന്ന് എഴുതി. ഓക്കെ. സോ ഇതിൻ്റെയൊക്കെ റിയൽ പാർട്ട് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ റിയൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടായിരിക്കും. ഇതിൻ്റെ റിയൽ പാർട്ട് എടുക്കുകയാണെങ്കിൽ EZ, t വരും. ഇതിൻ്റെ റിയൽ പാർട്ട് E0 വരും. ഇതാണെങ്കിൽ ഓയിലേഴ്സ് ഫോമിൽ വെച്ചിട്ട് cos θ പ്ലസ് i sin θ അല്ലേ. അപ്പോൾ അതിൽ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ cos kz minus omega t. പിന്നെ ഒരു ഫേസ് ഫാക്ടർ ഉണ്ടാവും. അപ്പം ഫേസ് ഫാക്ടർ ഇതിൻ്റെ ഈ E0 ടിൽഡൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ എഴുതുന്ന സമയത്ത് പ്ലസ് ഡെൽറ്റ ആണ് എഴുതുന്നത്. പിന്നെ എക്സ് ക്യാപ്പ് എഴുതി. ഓക്കെ. ബി എഴുതുമ്പോൾ E0c. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് cos kz minus omega t പ്ലസ് ഡെൽറ്റ y ക്യാപ്പ് എഴുതി. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. നൗ ജനറലൈസിങ് ദ മോണോക്രോമാറ്റിക് വേവ്സ് ട്രാവലിംഗ് ഇൻ ആർബിട്രറി ഡയറക്ഷൻ. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് Z ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിനെ പറ്റിയാണ്. അപ്പം ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ Z ഡയറക്ഷൻ. Z ഡയറക്ഷനിൽ തന്നെ ആയിക്കോളുന്നില്ല, അത് നമ്മുടെ സൗകര്യത്തിനൊരു ഡയറക്ഷൻ ഫിക്സ് ചെയ്തെന്ന് മാത്രം. ഓക്കെ. നൗ ജനറലി ഒരു 3D ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഒരു ആർബിട്രറി ഡയറക്ഷൻ ആണെങ്കിൽ ആ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു K എന്നുള്ള വെക്ടർ എടുക്കും. ഓക്കെ. K ഈസ് കോൾഡ് വേവ് വെക്ടർ. ഓക്കെ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ ആയിരിക്കും. ഓക്കെ. 2π/λ ആണ് വേവ് നമ്പർ, വേർ λ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്. നൗ kz എന്നുള്ളതിൻ്റെ ജനറലൈസേഷൻ, അതായത് നമുക്കിവിടെ വേവ് ഇക്വേഷൻ എഴുതിയപ്പോൾ Z ഡയറക്ഷൻ ആയതുകൊണ്ട് kz എന്ന് എഴുതി. അപ്പം ഇനി ഏതെങ്കിലും ഒരു ആർബിട്രറി ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ആ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് ജനറൽ ആയിട്ടുള്ളൊരു വെക്ടർ R എന്നുള്ളൊരു വെക്ടർ കൊണ്ടാണ്. ഒരു R എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ളൊരു വെക്ടർ. അപ്പോൾ kz എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കും, k.r എന്നാക്കും. ഓക്കെ. k.r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kx x പ്ലസ് ky y പ്ലസ് kz z. അപ്പം
ഇസഡ് ഡയറക്ഷൻ ആകുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മാത്രമേ വരുള്ളൂ. ഓക്കെ, എല്ലാ ഡയറക്ഷനിലും വ്യത്യസ്ത വേവ് നമ്പറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 ഡയമെൻഷനിൽ. ഓക്കെ, അപ്പം അത് ഈക്വലായിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ കെ എക്സ് പ്ലസ് കെ വൈ പ്ലസ് കെ ഇസഡ് എന്ന് വരും. ഓക്കെ, സോ അപ്പോൾ ആർബിട്രറി ഡയറക്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എൻ ക്യാപ്പ് എന്നുള്ള വെക്ടർ, അതായത് ഇലക്ട്രിക് ഫീൽഡ് പോളറൈസ് ചെയ്തിരിക്കുന്ന ഡയറക്ഷനാണ് എൻ ക്യാപ്പ്. സോ അങ്ങനെയുള്ള കേസിൽ കോംപ്ലക്സ് ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് ഇ ടിൽഡ ആർ കോമ ടി, ഇപ്പോൾ സെഡിന് പകരം ആർ എന്ന് കൊടുത്തു, ഇ ടിൽഡ ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എൻ ക്യാപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, എൻ ക്യാപ്പ് ഇനി ബി എന്നുള്ളതോ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ ടിൽഡ ബൈ സി ആണ്. എന്നിട്ട് ഈ ഫംഗ്ഷൻ തന്നെ, പക്ഷേ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ബി. ഓക്കെ, ഇതിനും അതുപോലെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കെ ക്രോസ് എൻ ക്യാപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇതിന് നമുക്ക് 1/c ഇത്രയും ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? കെ ക്രോസ് ഈ ഒരു ടേമിൽ നിന്ന് E0 ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ഇൻറ്റു എൻ ക്യാപ്പ് എന്നുള്ളത് ഇ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇ എന്നുള്ള കൊടുത്തു. ഇനി പോളറൈസേഷൻ വെക്ടർ എൻ ക്യാപ്പ് പ്രൊപ്പഗേഷൻ ഡയറക്ഷനായിട്ട് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കോസ് 90 എടുക്കുമ്പോൾ 0 ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇതിൻ്റെ റിയൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക്കിൽ എഴുതുന്ന സമയത്ത് വിൽ ഗെറ്റ് E0 കോസ് കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എൻ ക്യാപ്പ്. ബി എടുക്കുമ്പോൾ 1/c E0 കോസ് കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ കെ ക്രോസ് എൻ ക്യാപ്പ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ഒരു ആർബിട്രറി ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതി. നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ഇനി നോർമൽ അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റേഡിയേഷൻ ഒരു ബൗണ്ടറിയിൽ നോർമലി ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. സോ യു ഹാവ് ടു ഗോ ത്രൂ ദിസ് ഡിസ്ക്രിപ്ഷൻ കെയർഫുള്ളി. താങ്ക് യു.